ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് ഈ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ നിയമനം നിലവിച്ച് ഈ ലിസ്റ്റിൽ നിന്നും എത്രത്തോളം നിയമന സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ സംസാരിച്ചത്. ക്ലർക്ക് നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് 2022 ഓഗസ്റ്റ് 1 ഒരു റാങ്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ നിയമനത്തിൻ്റെയും അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. അതായത് ഒരുപാട് നിയമനങ്ങൾ അവസാന ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒരുപാട് നിയമനങ്ങൾ നടന്നു എന്ന് പറയുന്നത് അത് അതിശയോക്തിയല്ല. നല്ല രീതിയിൽ നിയമനങ്ങൾ അവസാന മാസങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് ക്ലർക്ക് അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്തത് 1054 ഒഴിവ് എന്നാണ്. 1054 ഒഴിവ്. വിവിധ വകുപ്പുകളിൽ ക്ലർക്കിൻ്റെ 1054 ഒഴിവുകളിലേക്ക് കൂടി റദ്ദായ റാങ്ക് പട്ടികയിൽ നിന്ന് ഈ മാസം നിയമന ശുപാർശകൾ അയക്കും. 3 വർഷ കാലാവധി അവസാനിക്കുന്ന ജൂലൈ 31 വരെയുള്ള ദിവസങ്ങളിലായി PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളാണിവ. ഇതുവരെ 11,300 നിയമന ശുപാർശകളാണ് ഈ റാങ്ക് പട്ടികയിൽ നിന്ന് അയച്ചിട്ടുള്ളത്. മുൻ പട്ടികയിൽ നിന്ന് 12,069 നിയമനങ്ങളാണ് നടന്നത്. അതായത് അതിനേക്കാൾ കൂടുതൽ നിയമന നിലയിലേക്ക് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. പട്ടികയുടെ കാലാവധി ജൂലൈ 31 അവസാനിക്കുന്നതിൽ പരിഗണിച്ച് വകുപ്പുകളിൽ അവശേഷിക്കുന്ന മുഴുവൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധിയായ ഒഴിവുകൾ മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇനി മറ്റൊരു വാർത്ത ശ്രദ്ധിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു മാസം റിപ്പോർട്ട് ചെയ്തത് 488 ക്ലർക്കിൻ്റെ ഒഴിവുകളാണ്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രത്യേക ഡ്രൈവ് നടത്തിയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇങ്ങനെ നിരവധിയായ ഒഴിവുകൾ കഴിഞ്ഞ മാസം ജൂലൈ 31 മുമ്പായിട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വൈസ് പ്രോസസ്സുകൾ നടക്കുകയാണ്. എത്ര വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വെബ്സൈറ്റിൽ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല. പല ഒഴിവുകളും അപ്ഡേറ്റ് ആയി വരുന്നേ ഉള്ളൂ. അതിന് പ്രോസസ്സുകൾ നടക്കുകയാണ്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അഡ്വൈസ് പ്രോസസ്സുകൾ ഉടനെ നടക്കും. ഈ അഡ്വൈസ് പ്രോസസ്സുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതായത് കൂട്ടത്തോടെ കഴിഞ്ഞ ലിസ്റ്റിന്, അതായത് അവസാന ദിവസം വരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇത്രയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാനിത് പറയാൻ കാരണം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാം നമുക്ക് കിട്ടണം. ഇനി അടുത്ത് വരാനുള്ളത് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമനമെല്ലാം ആദ്യഘട്ടത്തിൽ അത്ര അധികം ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്നും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അഡ്വൈസുകൾ അവസാന ദിവസത്തെ വരെ തൂത്തുവാരി അറിയിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിയമനങ്ങൾ അഡ്വൈസുകൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് പേര് ഇന്ന ജില്ല വെച്ച് പറയണം. ഓരോ ജില്ലകളും പത്തനംതിട്ടയാലും എറണാകുളം ഇങ്ങനെ ഒരുപാട് ജില്ലകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതൽ പേര് പറഞ്ഞ ജില്ലകളാണ് ഞാൻ ആദ്യം പരിഗണിക്കുന്നത്. ഞാൻ ആദ്യം പരിഗണിക്കുന്നത് കൂടുതൽ പേര് പറഞ്ഞത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ്. കണ്ണൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓരോ കാറ്റഗറിയിലും എത്ര എണ്ണമുണ്ട്. മറ്റ് ജില്ലകളിലുള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ കാറ്റഗറി എത്ര പേരുണ്ടാവും, എത്ര ശതമാനം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ണൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിലെ പ്രത്യേകതകൾ നമ്മളത് പറഞ്ഞു തുടങ്ങാം. കണ്ണൂർ ജില്ലയിലെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 818 പേരുണ്ട്. 57 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്നുള്ളത് നമുക്കറിയാം. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 821 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 38 പേര്, ടോട്ടൽ 1677 പേരുണ്ട്. കണ്ണൂർ ജില്ലയിലെ ലിസ്റ്റിൽ 1677 പേരുണ്ട്. ഞാൻ ഏകദേശം ഒരു എണ്ണം എടുത്തു. ഓരോ കാറ്റഗറിയിലും എത്ര എണ്ണമുണ്ട്, അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സൻറ്റേജ് അറിയാൻ വേണ്ടി. എത്ര ശതമാനം, എണ്ണം അത്ര ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല, ഏതാണ്ട് കറക്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് ശതമാനമാണ് കിട്ടുക, എത്ര ശതമാനം ആൾക്കാരുണ്ട് എന്നാണ് ഓരോ കാറ്റഗറിയിലും കിട്ടുന്നത്. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കാറ്റഗറി കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള സാധ്യത മറ്റ് കാറ്റഗറി അപേക്ഷിച്ച് കുറവായിരിക്കും. നമ്മൾ കാറ്റഗറി വൈസ് ഒന്ന് നോക്കാം. ഞാൻ എണ്ണം എടുത്തപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 261 പേരുണ്ട്. EWS 81 പേരുണ്ട്. 81 പേരുണ്ട് ലിസ്റ്റിൽ. അത് ചിലപ്പോൾ 82 83 ആവാം. ഞാൻ എണ്ണെടുക്കുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് എനിക്ക് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 81 പേരുണ്ട്. അത് മെയിൻ ലിസ്റ്റിൻ്റെ 9.9% ഉണ്ട്. നമുക്ക് സംവരണമുള്ളത് നമുക്കറിയാം. EWSന് 10%. അത് 9.9% ഉണ്ട് എന്നർത്ഥം. ഈഴവ നോക്കിക്കഴിഞ്ഞാൽ 288 പേരുണ്ട്. അത് 35.2% വരും.
14% സംവരണമുള്ളൂ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഈഴവ കാറ്റഗറിക്ക് ഈ ലിസ്റ്റിൽ നിന്നും വലിയ സംവരണത്തിന് ആനുകൂല്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം കാറ്റഗറി 42 പേരുണ്ട്, 5.1%. സംവരണമുള്ളത് 12%. SC 22 പേരുണ്ട്, 2.7%, 8% സംവരണമുണ്ട്. അത് വലിയ SCക്ക് നേട്ടമാണ്. ST 2 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ, അത് 0.25% വരുന്നുള്ളൂ. അത് 2% സംവരണമുണ്ട്. ST ഞാൻ നോക്കി 313 റാങ്ക്, 759 റാങ്ക്. അവരൊക്കെ ആദ്യമേ ഇപ്പോൾ അഡ്വൈസായി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. റൊട്ടേഷൻ അനുസരിച്ച് കൂടി നോക്കണം. വിശ്വകർമ്മ 19 പേരുണ്ട്, 2.32%, 3% സംവരണമുള്ളത്. OBC ഞാൻ നോക്കിയപ്പോൾ 94 ആൾക്കാരുണ്ട്, ഒരു 11.5% ആൾക്കാരുണ്ട്. OBC എണ്ണം അത്യാവശ്യമുണ്ട്, 3% സംവരണമുള്ളൂ. LCO റാങ്ക് 2 പേരാണുള്ളത്, 0.25%, 4% സംവരണമുണ്ട്. 322 റാങ്കും 507 റാങ്കും ആണെന്ന് എൻ്റെ ഓർമ്മ. SIC നാടാർ 4 പേരാണുള്ളത്, 0.5%, 1% സംവരണം. ഹിന്ദു നാടാറിൽ ആരും മെയിൻ ലിസ്റ്റിലില്ല. SCCC ഒരാളുണ്ട്, 574 റാങ്കുള്ള ആളാണ്. ധീവര 3 പേരുണ്ട്, 0.37%, 1%. ഞാനിത് ഈ ശതമാനം വെച്ച് പറയാൻ കാരണം ആ കാറ്റഗറിയുടെ എണ്ണം എത്ര ശതമാനം സംവരണം ഉള്ളതെന്ന് പറയാം. അതിൽ കൂടുതലുണ്ടെങ്കിൽ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്. ഇത്രയും കൂടുതൽ ആൾക്കാർ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ ആ കാറ്റഗറിക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാനാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടി റൊട്ടേഷൻ ചാർട്ട് നോക്കി ഏതാണ്ട് സാധ്യതകൾ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇനി കണ്ണൂർ ജില്ലയിലെ മറ്റ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റ് നമുക്കറിയാം. കഴിഞ്ഞ ലിസ്റ്റ് ആരംഭിച്ചത് 1/8/2022 അതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് വന്നത് 16/9/2022 16/9/2022 സെപ്റ്റംബർ 16 ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്നു. സെപ്റ്റംബർ 16 തന്നെ ആദ്യത്തെ അഡ്വൈസ് വന്നു. അന്ന് 150 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 150 വേക്കൻസി ഇനിയുള്ള അഡ്വൈസിൽ വരാനുള്ള സാധ്യതയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ അഡ്വൈസിൽ 150 എണ്ണം വരാനുള്ള സാധ്യത കാണുന്നില്ല. അതിന് കാരണം അവസാന ദിവസം വരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന ദിവസം വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ ലിസ്റ്റിൽ അവർക്ക് വേറൊരു ബെനിഫിറ്റ് കിട്ടി. അതായത് അതിൻ്റെ മുമ്പത്തെ വർഷം 2021 നവംബർ 15 അതിൻ്റെ മുമ്പത്തെ അഡ്വൈസ് പോയത്. അതായത് ഏതാണ്ട് ഒരു വർഷത്തെ സമയം കിട്ടി. അതുകൊണ്ടാണ് 150 വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. എങ്കിൽ പോലും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് അങ്ങനെ ഒരു കുറവ് വരാനുള്ള സാധ്യതയില്ല. ഞാൻ പിന്നീട് പറയാം. 150 വേക്കൻസി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 88 റാങ്ക് വരെ, ഈഴവ 107 റാങ്ക് വരെ, SC 466 റാങ്ക് വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, മുസ്ലിം 93, LCO റാങ്കുകൾ 298, വിശ്വകർമ്മ 118. ഇങ്ങനെ റാങ്കുള്ള ആൾക്കാരായിരുന്നു അഡ്വൈസായി പോയിരുന്നത് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ. ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ ലാസ്റ്റ് അഡ്വൈസ് നമുക്ക് ഡീറ്റെയിൽസ് പ്രകാരം കിട്ടുന്നത് 15/7/2025 15/7 അതായത് ജൂലൈ 15 അഡ്വൈസ് പോയത്. നമുക്കിപ്പോൾ ജൂലൈ അവസാനം ജൂലൈ 31 വരെയുള്ള വേക്കൻസി ഉണ്ട്. അതിൽ തന്നെ 7/7 വരെയുള്ള വേക്കൻസി 16 വേക്കൻസിയാണെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി മുതൽ ജൂലൈ 7 വരെയുള്ള വേക്കൻസി. ജൂലൈ 7 കഴിഞ്ഞു ജൂലൈ 31 വരെയുള്ള ഒരു 24 ദിവസത്തെ വേക്കൻസി കൂടി അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കാനുണ്ട്. ഏറ്റവും അവസാനത്തെ നമുക്ക് ലഭ്യമായ വിവരം 942 അഡ്വൈസാണ്, ടോട്ടൽ അഡ്വൈസാണ് കണ്ണൂർ ജില്ലയിൽ പോയിരിക്കുന്നത്. 942, ഏതാണ്ട് 950 റേഞ്ച് എന്നുള്ള കണ്ണൂരിലെ ഒരു 950 റേഞ്ചിലാണ് മിക്ക ലിസ്റ്റുകളിൽ നിന്ന് അഡ്വൈസ് പോകുന്നത്. നമുക്ക് ഏതാണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 942 അഡ്വൈസ് പോയപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓപ്പൺ കാറ്റഗറി 632 റാങ്ക് വരെ, ഈഴവ 630. ഞാൻ പറഞ്ഞില്ലേ, ഈഴവ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അത്യാവശ്യം എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനാണ് ഈഴവയ്ക്ക് ഉണ്ടായത്. ഈഴവയ്ക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം കണ്ണൂർ ലിസ്റ്റിൽ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 38, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 20, മുസ്ലിം 738, LCO റാങ്കുകൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, OBC ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണം കൂടുതലാണ്. അതും വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും വന്നത് 629 വരെ വന്നുള്ളൂ. വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു. വിശ്വകർമ്മ 780, SIC നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ധീവര 653, ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, LP 255, DA LV 10, HI 8, LDRCP 8. ഇങ്ങനെയാണ് അഡ്വൈസ് നില വന്നത്. കഴിഞ്ഞ ലിസ്റ്റിലെ അഡ്വൈസ് നില വന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ മുമ്പത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ മുമ്പത്തെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
2022 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നവംബറിൽ 2021 നവംബറിൽ അഡ്വൈസ് അവസാനിച്ച ലിസ്റ്റ് 2022 ഓഗസ്റ്റ് ജൂലൈ 31 വരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ലിസ്റ്റിൽ അതിൽ ടോട്ടൽ അഡ്വൈസ് വിളിക്കുന്നത് 983 ആണ്. 983. നമുക്കറിയാം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 942, ഇത് 983. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ അഡ്വൈസ് നില ഏതാണ്ട് 900ഓളം. അതിന് മുമ്പത്തെ ലിസ്റ്റിനും ഏതാണ്ട് അതേ ലെവലിൽ തന്നെ. അത് 950, 1000 താഴെയുള്ള ഒരു അഡ്വൈസ് നില എല്ലാ തവണയും കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരാറുണ്ട്. ആ 983 അഡ്വൈസ് പോയ സമയത്ത് എത്രത്തോളം ഓരോ കാറ്റഗറിയും എത്ര പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 628 റാങ്ക് വരെ പോയിരുന്നു. ഈഴവ 635, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 40, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 23, LCO റാങ്ക് 1360, OBC 620, വിശ്വകർമ്മ 963, SIC നട സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഹിന്ദു നട 1291, LP 256, LP ഒരു കാറ്റഗറി അല്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി LV 11, HI 9, LD or CP 9. ഇങ്ങനെയാണ് നിയമന നില നടന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഓരോ വർഷവും എത്രത്തോളം അഡ്വൈസ് നടന്നിട്ടുണ്ട് അത് നമുക്കറിയണം. ഒരു വർഷം എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു വർഷം നമുക്ക് എത്രത്തോളം കാത്തു നിൽക്കേണ്ടി വരും, എത്ര അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കി ഏകദേശം നമുക്കറിയാൻ കഴിയും. ഈ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കിയാലും ഒരുപാട് പരിമിതികളുണ്ട്. അത് TPO വെച്ചായിരിക്കും വരുന്നത്. നമ്മൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് പോലെ അല്ല PSCക്ക് വരിക. ഓരോ വേക്കൻസി വരുന്ന എണ്ണത്തിനനുസരിച്ച് മാറ്റം വരും. അതായത് 10 വേക്കൻസിയാണ് വരുന്നതെങ്കിലും 25 വേക്കൻസിയാണ് വരുന്നതെങ്കിലും PSC അതാത് വരുന്ന വേക്കൻസിക്ക് അനുസരിച്ചായിരിക്കും റൊട്ടേഷൻ തയ്യാറാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി വെച്ച് ഇത്ര അഡ്വൈസ് വന്നതിൽ എനിക്ക് നിയമനം കിട്ടും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യവശാൽ കിട്ടിപ്പോവും, അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറിപ്പോവും. TPO എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 50% OCBC ടേൺ നിലനിർത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് ചില കാറ്റഗറി ടെമ്പറലി പാസ്ഡ് ഓവറാക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അത് നമ്മൾ വരും വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. ഇനി ഓരോ വർഷവും നടന്ന നിയമന നില ഞാൻ വർഷം കണക്കാക്കുന്നത് ഓഗസ്റ്റ് ടു ജൂലൈ ആണ്. കാരണം ഓഗസ്റ്റ് 1-നാണ് നമ്മുടെ ലിസ്റ്റ് വന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് മുതൽ ഈ വർഷത്തെ ഓഗസ്റ്റ് മുതൽ അടുത്ത വർഷത്തെ ജൂലൈ വരെ അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷവും നടന്ന നിയമന നിലയാണ് നോക്കുന്നത്. ആദ്യ വർഷം 359 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ 150 അഡ്വൈസ് പോയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യ വർഷം 359, രണ്ടാമത്തെ വർഷം 248, രണ്ടാമത്തെ വർഷം മിക്ക ജില്ലകളിലും അഡ്വൈസ് നില കുറച്ച് കുറവാണ്. മൂന്നാമത്തെ വർഷം കൂടുതലാണ് 335 എന്നുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി വരാനിരിക്കുന്നു. ഇത്രയാണ് നിയമന നില പറയുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 300-ൽ കൂടുതൽ നിയമനം ഓരോ വർഷവും നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 950 എന്നുള്ളത് കണ്ണൂരിൻ്റെ ഒരു മാർക്കാണ്. മിക്ക സമയത്തും 300-ൽ കൂടുതൽ അഡ്വൈസ് ഓരോ വർഷവും നടക്കാറുണ്ട്. ചില വർഷം കുറച്ച് ഇത് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ കിട്ടും. പക്ഷേ രണ്ടാമത്തെ വർഷം കുറവുള്ളവരും മൂന്നാമത്തെ വർഷം കൂടുതൽ വരും. പ്രൊമോഷൻസിനനുസരിച്ച് ഗവൺമെൻറ് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമനങ്ങൾ കൂടുതൽ കിട്ടും. ഇത്രയൊക്കെയാണ് ഓരോ ജില്ലയിലും സാധ്യതകൾ പറയാനുള്ളത്. ഇനി ഇത് പറയണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. ഏതാണ്ട് ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കണം. ഓരോ കാറ്റഗറിയിൽ നിന്ന് എന്തൊക്കെയാണ് സാധ്യത. ചില കാറ്റഗറിയിൽ നിന്ന് ഓപ്പൺ കോമ്പറ്റീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാറ്റഗറിക്ക് ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. കുറേ താഴെയുള്ള ആൾക്കാർക്ക് വരെ പെട്ടെന്ന് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നൊക്കെ കയറി പോകാനുള്ള സാധ്യതകളൊക്കെ വരാറുണ്ട്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് അറിയിക്കാം. പിന്നീട് ഓരോ ഘട്ടങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾ വെച്ച് ഓരോ ജില്ല വെച്ച് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ചാനൽ ഡാറ്റ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ.